ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയൊക്കെ സാമ്പാർ ഉണ്ടാക്കിയിട്ടും ശരിയാകാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% രുചി ഉറപ്പാണ്. നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഏകദേശം ഒരു കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ്, നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് പരിപ്പാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു 3 വിസിലൊക്കെ അടുപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിലും വളരെ നൈസായിട്ടുള്ള പരിപ്പുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഒരു വിസിലും കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 10-15 ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിനനുസരിച്ചിട്ട് ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരിപ്പെടുക്കുന്നതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കുക. ഒരു 2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി വളരെ നൈസായിട്ടുള്ള പരിപ്പൊക്കെ ആകുമ്പോൾ ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി, നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലടിച്ചതിന് ശേഷം ഫുള്ള് എയർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കലങ്ങി പോയിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കതിലോട്ട് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പാറും കൂടിയാണ് കേട്ടോ. എനിക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളും തന്നെ ചേർക്കണം സാമ്പാറിൽ. ചില ആൾക്കാരൊക്കെ വളരെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എല്ലാം തന്നെ ചേർക്കും കേട്ടോ. വെള്ളരി, കുമ്പളങ്ങ, അതുപോലെ തന്നെ കായ, ചേന, ക്യാരറ്റ്, പയർ, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ചൊരയ്ക്ക, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ സാമ്പാറിൽ ചേർക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലോട്ട് കഷ്ണങ്ങളുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കണം എന്നാണ്. ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കലുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു പകുതി എയർ കളയണം. കാരണം ഇത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി എയർ കളഞ്ഞതിന് ശേഷം വെച്ചാൽ മതി, ആ ഒരു എയർ പോകാനായിട്ട്. അപ്പോൾ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ആ ഒരു വേവിന് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുവാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കഷ്ണങ്ങളോടെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മളിത് ഫുള്ള് വേവിച്ച് എടുക്കാത്തത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക, അതുപോലെ തന്നെ മുരിങ്ങാക്കോല്, തക്കാളി, ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമ്മൾ ആദ്യം ചേർത്ത കഷ്ണങ്ങൾ ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിസിലടിച്ചതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം എയർ നമ്മൾ കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് ബാക്കി കഷ്ണങ്ങളൊക്കെ ശരിക്കും വെന്തും കിട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് ഇനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ പുളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ പുളി മാത്രം മതിയെന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എനിക്ക് പക്ഷേ തക്കാളിയുടെ ആ ഒരു പുളി മാത്രം പോരാ, നമ്മൾ വാളൻപുളി പിഴിഞ്ഞൊഴിക്കണം. അതാണ് എനിക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ വാളൻപുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം നല്ല കട്ടിയുള്ള പുളി പിഴിഞ്ഞതിൻ്റെ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിളപ്പിക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് സാമ്പാർ പൗഡർ ഉപയോഗിക്കുന്നില്ല, നമ്മളിതുപോലെ പൊടിയായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക, സദ്യക്കൊക്കെ നമ്മൾ കഴിക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായം പൊടി, ഉലുവ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കായം പൊടി 1 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ, ഈ ഒരു സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് തീ വച്ചേക്കുന്നത്. കാരണം നമ്മൾ പരിപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ ആ എരിവും പുളിയും ഉപ്പും എല്ലാം എന്താ പറയുക കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ടൊരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അത് ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 3 വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ. അന്നേരം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് നല്ല ടേസ്റ്റിലുള്ള സാമ്പാർ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.